നമ്മുടെ കുട്ടികളെല്ലാവരും തന്നെ പഠിക്കാൻ ആഗ്രഹമുള്ളവരാണ് അല്ലേ? അതുകൊണ്ടാണ് നിങ്ങൾ നീറ്റ് പോലത്തെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതും. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഡ്രീംസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് കുറേ പ്രശ്നങ്ങളിലൂടെ ആയിരിക്കും നിങ്ങൾ പാസ് ചെയ്തു പോകുന്നത്. പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ ചിലപ്പോൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് നമുക്ക് കുറേ തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് വരുന്നുണ്ടാകാം. അല്ലെങ്കിൽ നമുക്ക് തന്നെ ഫീൽ ആവുന്നുണ്ടോ, അയ്യോ എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല എന്നുള്ളൊരു നെഗറ്റീവ് തോട്ട് വരുന്നുണ്ടാകാം. അല്ലെങ്കിൽ നമ്മൾക്ക് എത്ര പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളതാവാം. എന്തും ആയിക്കോട്ടെ, ഈ ഒരു വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ ആയിരിക്കും. കാരണം ഒത്തിരി നേരം എടുത്ത് നിങ്ങളോട് ഇത് പഠിക്കണം അത് പഠിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടൈം കൺസ്യൂം ചെയ്യാൻ മിസ് വിചാരിക്കുന്നില്ല. പക്ഷേ എൻ്റെ മക്കൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് കാണുക. ആൻഡ് ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കുക. മിസ് ഇവിടെ ഇങ്ങനെ സ്റ്റഡി ഹാക്സ് എന്നൊക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ലേണിംഗ് കുറച്ചുകൂടി ഈസി ആക്കാൻ അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആക്കാൻ സഹായിക്കുന്ന കുറച്ച് ടിപ്സാണ് മിസ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. ഓക്കെ, സോ ഏറ്റവും നമ്പർ 1, കുറേ കാര്യങ്ങൾ നിങ്ങളോട് മിസ്സിനോട് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അതായത് എപ്പോഴാണ് മിസ് പഠിക്കേണ്ടത്? രാവിലെ പഠിക്കുന്നതാണോ നല്ലത്, രാത്രി പഠിക്കുന്നതാണോ നല്ലത് അല്ലേ? അപ്പം അത് മക്കളെ പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെൻ്റ് ആണ്. അത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ്. അതായത് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ടൈം ഏതാണോ അതാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രൊഡക്റ്റീവ് ടൈം. പ്രൊഡക്റ്റീവ് ടൈം എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊഡക്റ്റീവ് ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന കാര്യം ഏറ്റവും ബെസ്റ്റ് റിസൾട്ടിലേക്ക് എത്തിക്കുന്നതാണ് പ്രൊഡക്റ്റീവ്. അപ്പം ചില മക്കൾക്ക് അത് രാവിലെ പഠിക്കുന്നതായിരിക്കും നല്ലപോലെ തലയിൽ കയറുക, നല്ലപോലെ ഓർമ്മയിൽ നിൽക്കുക. ചില മക്കൾക്കാണെങ്കിൽ രാത്രി ആയിരിക്കും. ഓക്കെ, ഏതായാലും നിങ്ങളുടെ പ്രൊഡക്റ്റീവ് ടൈം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഒരു റൂട്ടീനിലൂടെ പോയി നോക്കുക. ഓക്കെ, ചില മക്കൾക്ക് എത്ര നേരത്തെ എഴുന്നേറ്റാലും കുഴപ്പമില്ല, അവർക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും. പക്ഷേ രാത്രി ഒട്ടും വൈകിയിരിക്കാൻ പറ്റില്ല. ചില മക്കളാണെങ്കിൽ എത്ര നേരം വേണമെങ്കിലും ഉറങ്ങാതെ ഇരിക്കാം, പക്ഷെ രാവിലെ എഴുന്നേക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ വരുന്നതെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. ആൻഡ് എനിക്ക് തരുന്നു, മിസ്സ് ഒരു നൈറ്റ് ഔളാണ്. മിസ്സിന് രാത്രിയാണ് മിസ്സിൻ്റെ പ്രൊഡക്റ്റീവ് ടൈം എന്ന് പറയുന്നത്. എനിക്ക് രാത്രി ഒത്തിരി നേരം ഇരുന്ന് പഠിക്കാൻ പറ്റും, പക്ഷെ രാവിലെ എഴുന്നേക്കാൻ പറ്റില്ല. ഓക്കെ, പക്ഷേ രാവിലെ എഴുന്നേൽക്കുന്നതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. അതൊരു സെപ്പറേറ്റ് ടോപ്പിക്കാണ്, നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ രാവിലെ ഇനിയിപ്പോൾ എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് അത് പ്രൊഡക്റ്റീവ് ടൈം അല്ല, അത് നിങ്ങളുടെ ബെസ്റ്റ് ടൈം അല്ലെങ്കിൽ പിന്നെ കാര്യമില്ല. സോ ഫസ്റ്റ് ടിപ്പാണ് നിങ്ങളുടെ പ്രൊഡക്റ്റീവ് ടൈം ഏതാണ് എന്ന് കണ്ടുപിടിക്കുക, അത് ഫോളോ ചെയ്യുക. ഓക്കെ, ആൻഡ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഓരോരുത്തരും യുണീക്കാണ് മക്കളെ. ആൻഡ് ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഒരു ലേണിംഗ് സ്റ്റൈലുണ്ട്. സോ നിങ്ങളുടെ ലേണിംഗ് സ്റ്റൈൽ ഏതാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ഇപ്പം നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികളൊക്കെയാണ് മിസ് ഇത് വായിച്ച് പഠിച്ചാൽ മതിയോ, എഴുതി തന്നെ പഠിക്കണോ അല്ലേ? അപ്പോൾ ചില മക്കൾ പറയും മിസ് എനിക്ക് ഒത്തിരി വായിച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത്, കുറേ ടൈം എടുത്തിട്ടാണ് ഞാൻ വായിക്കുന്നത്. മക്കളെ, ഒരു ടോപ്പർ ആവുക അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്താൽ മാത്രം പെട്ടെന്ന് കിട്ടുന്നവർ ടോപ്പർ, അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഇല്ല. അതായത് പെട്ടെന്ന് വായിച്ചു പെട്ടെന്ന് മനസ്സിലായി അവൻ മാത്രം ടോപ്പറാവും അല്ലെ അവൾ മാത്രം ടോപ്പറാവും, അങ്ങനെ ഒരു സംഭവം ഇല്ല. നിങ്ങളുടെ 100% കൊടുക്കുന്നിടത്താണ് നിങ്ങൾ ടോപ്പറാവുക. അത് നിങ്ങളുടെ ലേണിംഗ് സ്റ്റൈൽ എങ്ങനെ ആയിക്കോട്ടെ. അതിൽ ഒന്നാമത്തെ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു തവണ വായിച്ചു കഴിഞ്ഞാൽ തന്നെ അവരുടെ മെമ്മറിയിൽ സ്റ്റോർ ആവും, പിന്നെ അവർക്ക് റിവൈസ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അത് വളരെ നല്ലൊരു കാര്യമാണ്, പക്ഷെ അത് എല്ലാവരും അങ്ങനെ ആവണം എന്നില്ല. ഓക്കെ, സോ അങ്ങനെ പഠിക്കുന്നവരുണ്ട്. ആൻഡ് രണ്ടാമത്തെ ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ തലയിൽ കയറില്ല. അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും? വായിക്കുന്നതിന് പകരം അവർക്ക് ഇങ്ങനെ വായിക്കുന്നതിൻ്റെ കൂടെ എഴുതേണ്ടി വരും. അങ്ങനെ എഴുതി പഠിക്കുന്ന സമയത്താണ് അവരുടെ ബ്രെയിനിൽ കുറച്ചുകൂടി രജിസ്റ്റർ ആവുക. ആൻഡ് മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്, ഒരു തവണ വായിച്ചു അല്ലെങ്കിൽ ക്ലാസ് കണ്ടു, ദെൻ അത് കഴിഞ്ഞ് ആ വായിച്ച കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞ കാര്യങ്ങൾ നോട്ടിലേക്ക് പകർത്തി ദെൻ റിവൈസ് ചെയ്ത് ഒരുപാട് തവണ റിവൈസ് ചെയ്യുമ്പോഴാണ് തലയിൽ സെറ്റ് ആവാം. അപ്പോൾ ഇതിൽ ഏത് കാറ്റഗറിയിലാണ് എൻ്റെ മക്കൾ വരുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ തന്നെ വീഡിയോ പോസ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. ആൻഡ് മിസ്സ് വരുന്നത് ഇതിലെ 3rd കാറ്റഗറിയിലാണ്. എനിക്കൊരു തവണ ക്ലാസ് കണ്ട് അല്ലെങ്കിൽ വായിച്ച് പിന്നെ നോട്ട് എഴുതി ഒത്തിരി റിവൈസ് ചെയ്ത് കഴിഞ്ഞാലാണ് മിസ്സിൻ്റെ തലയിൽ കയറുക. ആൻഡ് നിങ്ങൾ ഓരോരുത്തരും ഏത് കാറ്റഗറിയിലാണ് വരുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ആൻഡ് എൻ്റെ മക്കൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഓരോരുത്തരും യുണീക്കാണ്. നിങ്ങളിതിൽ ഏത് ലേണിംഗ് സ്റ്റൈലിലുള്ളവരായിക്കോട്ടെ ഒരു കുഴപ്പമില്ല. നിങ്ങൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക. അല്ലെങ്കിൽ അയ്യോ അവന് പെട്ടെന്ന് വായിച്ച പാഠം മനസ്സിലായി എന്നാൽ ഞാനും അതേപോലെ ചെയ്യട്ടെ, ഒരിക്കലും അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. അല്ലെങ്കിൽ അവൻ നോട്ട് എഴുതിയിട്ടാണല്ലോ പഠിക്കണം എന്നാൽ ഞാനും അങ്ങനെ ചെയ്യാം. ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവരെ പോലെ ആകാൻ നോക്കണ്ട. നിങ്ങളായിരിക്കുക, നിങ്ങളുടേതായിട്ടുള്ള ലേണിംഗ് സ്റ്റൈലിൽ തന്നെ ഫോളോ ചെയ്യുക, അത് മുന്നോട്ട് പോവുക.
നിങ്ങൾക്ക് അത് റിസൾട്ട് ഉണ്ടാക്കും. സോ നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളുടെ ലേണിംഗ് സ്റ്റൈൽ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് ഏറ്റവും നേരത്തെ കണ്ടുപിടിക്കുക, അതുമായിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇപ്പോൾ പാരൻസ് ആയാലും നമ്മുടെ ഫ്രണ്ട്സ് ആയാലും ആ ബുക്ക് വാങ്ങിച്ചോ, ഈ ബുക്ക് വാങ്ങിച്ചോ, നിങ്ങൾ തന്നെ ചോദിക്കാറുണ്ടല്ലേ മിസ് ഏത് ബുക്കാണ് പഠിക്കേണ്ടത്, ഏത് ബുക്ക് പഠിച്ചാലാണ് എനിക്ക് ഏറ്റവും നല്ല റാങ്ക് കിട്ടുക അല്ലെ? നമ്മളെപ്പോഴും റിസോഴ്സസ് ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടുക, ഒത്തിരി റിസോഴ്സസ് കയ്യിലാക്കുക, എന്നിട്ട് യെസ് കുറേ ബുക്സ് നമ്മുടെ മുന്നിൽ കണ്ട സമാധാനമായി ഞാൻ നീറ്റ് റാങ്ക് ഉറപ്പിച്ചു, അങ്ങനെ കരുതുന്നവരാണ്. പക്ഷേ മക്കളെ, നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒത്തിരി ബുക്സ് വാങ്ങിക്കൂട്ടുന്നതിലല്ല കാര്യം. നമ്മൾ ഏറ്റവും കുറവ് റിസോഴ്സസ് ആ സാധനം റിപ്പീറ്റഡായിട്ട് റിവൈസ് ചെയ്യുന്നതിലാണ് കാര്യം. ആൻഡ് പ്രത്യേകിച്ച് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നീറ്റ് എക്സാമിന് നമ്മുടെ NCERT ആണ് വേണ്ടത്. സോ നിങ്ങളുടെ കയ്യിൽ NCERT ഉണ്ടോ? ധാരാളമാണ്. ആൻഡ് അത് നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് റിവൈസ് ചെയ്യുക. അവിടെയാണ് നിങ്ങളുടെ റിസൾട്ട് മാറാൻ പോകുന്നത്. പ്ലസ് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു NCERT ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ബുക്കോ അല്ലെങ്കിൽ ഒരു PYQൻ്റെ ബുക്കൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം. അത് വളരെ മിനിമൽ റിസോഴ്സസ് ആണ് ആവശ്യം. അല്ലാണ്ട് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് കേൾക്കുമ്പോൾ തന്നെ വാരി കൂട്ടി ബുക്ക് വാങ്ങിക്കുക, അച്ഛനും അമ്മേനെ കൊണ്ട് ആ ബുക്ക് വേണം ഈ ബുക്ക് വേണം. അവർക്കും അറിയുണ്ടാവില്ല, അവരൊക്കെ എൻ്റെ കുട്ടി പഠിക്കട്ടെ, ഇത്രയും ബുക്സൊക്കെ വാങ്ങിച്ചാലും സാറില്ല, എൻ്റെ മോനല്ല എൻ്റെ മോള് പഠിക്കട്ടെ എന്നായിരിക്കും അവർ കരുതുക. പക്ഷെ അതിലല്ല കാര്യം. നിങ്ങളുടെ കയ്യിലുള്ള മിനിമൽ റിസോഴ്സസ് അല്ലെങ്കിൽ നിങ്ങളുടെ NCERT നിങ്ങൾ എത്ര തവണ റിവൈസ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. അവിടെയാണ് നമ്മൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ആവുക, ലോങ് ടേം മെമ്മറി ആയിട്ട് മാറുക. ഓക്കെ, അപ്പം ബുക്സിൻ്റെ പിന്നാലെ പോകാതെ ഉള്ള ബുക്ക് റിപ്പീറ്റഡ് ആയിട്ട് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ദെൻ അടുത്ത കാര്യം, നിങ്ങളെ തന്നെ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആക്കാതിരിക്കുക. ഓക്കെ, അതായത് നമ്മളെപ്പോഴും ഇങ്ങനെ പല കാര്യങ്ങളല്ലേ, ഓവർ തിങ്കിങ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മളുടെ കുട്ടികളുടെ എല്ലാവരുടെയും കയ്യിലുണ്ട്. മിസ് ഞാൻ ഇത് കഴിഞ്ഞില്ല, എനിക്ക് ഇത്രയധികം പഠിക്കാനുണ്ട്, ഞാൻ അത് ചെയ്തിട്ടില്ല, ഇത് ചെയ്തിട്ടില്ല. സംഭവം ശരിയായിരിക്കും, നിങ്ങൾക്ക് ഒത്തിരിയും അധികം കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നമ്മളോട് ബ്രെയിനിനോട് എന്താ പറഞ്ഞു കൊടുക്കുന്നത്? നീ ഒന്നും കഴിഞ്ഞിട്ടില്ല, നിനക്ക് കുറേ ഉണ്ട്. അപ്പം നമ്മളോട് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്, നിനക്ക് ഇത്രയധികം ഒരു മലയോളം പഠിക്കാനുണ്ട്, പക്ഷെ നീ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോഴാണ് നമ്മൾ എന്താവുന്നത്? നമ്മൾ നെഗറ്റീവായിട്ട് പോകുന്നത്. അപ്പോൾ അയ്യോ എനിക്ക് പറ്റുന്നില്ല. ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് തോന്നുകയാണ് നമ്മൾ ചില സമയത്തുണ്ടാവില്ലേ നമ്മുടെ ലൈഫിൽ നമ്മളെപ്പോഴും ഫുള്ളി പോസിറ്റീവായിട്ടും ഫുള്ളി ഹാപ്പി ആയിട്ടും അല്ലെങ്കിൽ നമ്മൾ കൂളായിട്ടും അല്ല ആരും ഇരിക്കുന്നത്. ഈ പറയുന്ന മിസ്സ് പോലും അങ്ങനെയല്ല ഇരിക്കുന്നത്, നമ്മൾക്കും ഉണ്ട്. അപ്പോൾ നിങ്ങൾ മിസ്സിൻ്റെ വീഡിയോയിലൂടെ കാണുന്ന സമയത്ത്, ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നത്, പക്ഷേ നമ്മൾക്കും ലോ ആയിട്ട് ഫീൽ ചെയ്യുന്ന സമയങ്ങളുണ്ട്. ആ സമയത്ത് ഈ സമയത്തും ഞാനിരുന്ന് പഠിക്കുക, അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ട. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ലോ ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? സ്റ്റഡീസിൽ നിന്നൊരു ചെറിയ ബ്രേക്ക് എടുക്കുക. ചെറിയ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 1 hour നിങ്ങൾ ബ്രേക്ക് എടുത്തിട്ട് റിലാക്സ് ചെയ്യുക. ആ സമയത്ത് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? സോഷ്യൽ മീഡിയയിൽ പോയിട്ട് റീൽസ് കണ്ടുകൊണ്ടിരിക്കരുത്. കാരണം നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ എന്താണ് ഈ സെലിബ്രിറ്റീസിനൊക്കെ ആയിരിക്കും ഫോളോ ചെയ്തത്, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഓരോ വെറുതെയുള്ള ഓരോ പോസ്റ്റുകൾ കാണുമ്പോൾ നമുക്ക് എന്ത് തോന്നും? അവരൊക്കെ ലൈഫ് എൻജോയ് ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഈ സെലിബ്രിറ്റീസിൻ്റെയൊക്കെ കാണുന്ന സമയത്ത് എന്താ, അവർക്ക് എന്തൊക്കെയുണ്ട്, അവർ എൻജോയ് ചെയ്യാണല്ലോ, ഞാൻ മാത്രം എന്താ ഇങ്ങനെ ആയിപ്പോയത്? വീണ്ടും നമ്മളെ അത് സ്ട്രെസ്ഡ് ആക്കുകയേ ചെയ്യുള്ളൂ. സോ നിങ്ങൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ലേണിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുക. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ അൺഫോളോ ചെയ്തോളൂ. അല്ലെങ്കിൽ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ചാനൽസോ പേജസോ നിങ്ങൾ ഫോളോ ചെയ്തോളൂ. അങ്ങനത്തെ അക്കൗണ്ട്സ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇപ്പോൾ നിങ്ങളെ ലേണിങ്ങിൽ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ നമ്മുടെ എക്സാമിൻ്റെ ചാനൽ, നമ്മുടെ നീറ്റ് ചാനൽ, നിങ്ങൾക്കത് ലേണിങ്ങിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഫോളോ ചെയ്യും മക്കളെ. അല്ലാതെ നമ്മളെ സ്ട്രെസ്ഡ് ആക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പോകാതിരിക്കുക. ഒത്തിരി സ്ട്രെസ്ഡ് ആണ്, ഒത്തിരി നമുക്ക് ലോ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് റിലാക്സ് ചെയ്യുക. നമ്മുടെ ബോഡിക്കും ഒരു റിലാക്സേഷനൊക്കെ ആവശ്യമാണ്. കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങുക, ഒന്ന് ഉറങ്ങി എഴുന്നേക്കും, നമ്മൾ ഫ്രഷ് ആവും. ഓക്കെ, എപ്പോഴും നമ്മളിങ്ങനെ ഈ ഒരു വാക്കിനെ നമുക്ക് 2 തരത്തിൽ ഉപയോഗിക്കാം. ഇതിനെ നെഗറ്റീവായിട്ട് എടുക്കും, പോസിറ്റീവായിട്ട് എടുക്കാം. നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ യെസ് എനിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഞാനിതിന് എന്ത് ചെയ്യണം? ഒരു പ്ലാൻ ഉണ്ടാക്കണം, ഒരു ടൈം ടേബിൾ ഉണ്ടാക്കണം, ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം, ഞാനിത് വർക്കൗട്ട് ചെയ്യും, ഐ ക്യാൻ. അല്ലെങ്കിൽ നമുക്കിതിനെ നെഗറ്റീവായിട്ട് എടുക്കാം. അയ്യോ ഫുള്ളുണ്ടേ, എനിക്ക് ഫുൾ സ്ട്രെസ്സാണ്, സ്ട്രെസ്സ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ എന്താകും? നമ്മുടെ ബോഡിയിൽ ഓട്ടോമാറ്റിക്കലി സ്ട്രെസ് ഹോർമോൺസ് വരാൻ തുടങ്ങും. നിങ്ങളുടെ ശരീരത്തിന് വരെ നെഗറ്റീവായിട്ട് ബാധിക്കും.
ആൻഡ് ഈ പറയുന്നതിൽ കുറേ പേര് അങ്ങനെ ആയിരിക്കാം എടുക്കുന്നുണ്ടാവുക. മക്കളെ, നിങ്ങൾ അങ്ങനെ ആവാതിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾക്ക് എല്ലാവർക്കും അങ്ങനത്തെ കണ്ടീഷൻസ് ഉണ്ടാവും. പക്ഷേ നമ്മൾ അതിൽ നിന്ന് കുറച്ച് സമയം ഒരു ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ ശരിയാവാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പഠിക്കാനുണ്ട്, ഭയങ്കരമായിട്ട് ഇതൊന്നും തീരുന്നില്ല എന്ന് തോന്നുമ്പോൾ ഒന്നുകിൽ നമ്മുടെ അച്ഛനോടും അമ്മയോടൊക്കെ ഒന്ന് കുറച്ച് നേരം ഇത് സംസാരിക്കാം. അമ്മ, അച്ഛൻ, എനിക്ക് ഇതൊക്കെ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അവർ പറയും കുഴപ്പമൊന്നുമില്ല, ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ശരിയാകും. ഓക്കെ, നമ്മളൊന്ന് കുറച്ച് നേരം ഒന്ന് വെറുതെ ഇരിക്കുക, ഒന്ന് കാമായിട്ടിരിക്കുക, കുറച്ച് നേരം വേണമെങ്കിൽ നിങ്ങളൊന്ന് ഉറങ്ങുക, ശരിയാവും. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയാനുള്ളൊരു കാര്യമാണ് സെൽഫ് സ്റ്റഡി. എപ്പോഴും എല്ലാവരും പറയുന്നത് എന്താണ്, അത് കണ്ടു, ഇത് നോക്കി, അത് നോക്കി, കുറേ ബുക്സ് സെറ്റ് വാങ്ങിച്ചു. അതിനൊക്കെ പുറമേ നീറ്റ് പോലെയുള്ളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ് സെൽഫ് സ്റ്റഡി. നിങ്ങൾക്ക് നമ്മൾക്ക് തരുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടീച്ചേഴ്സ് ആയാലും നമുക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനേ പറ്റുള്ളൂ. അത് നിങ്ങൾ വേണം വർക്കൗട്ട് ചെയ്യാൻ, നിങ്ങൾ വേണം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾ വേണം അതിൻ്റെ മുകളിൽ വർക്ക് ചെയ്യാൻ. കാരണം നിങ്ങൾ ഓരോരുത്തരുമാണ് നീറ്റ് എക്സാം എഴുതാൻ പോകുന്നത്, അല്ലേ? അപ്പോൾ സെൽഫ് സ്റ്റഡി എന്ന് പറയുന്നത് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ നമ്മൾ ക്ലാസ് കാണുന്ന ടൈം അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സമയം, ഓക്കെ, അത് നമ്മൾ എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യുക. ആ സമയത്ത് വേണ്ടാത്ത ഒരുപാട് ചിന്തകൾ നമ്മളുടെ തലയിലൂടെ പോയിക്കൂടാൻ സമ്മതിക്കാതിരിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു കാര്യം, കീപ്പ് എ ഡിസ്ട്രാക്ഷൻ ടൈം. അപ്പോൾ നിങ്ങളേക്കും മിസ് എല്ലാവരും പറയുന്നത്, മിസ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എങ്ങനെയാണ് ഡിസ്ട്രാക്ഷൻസ് അവോയ്ഡ് ചെയ്യേണ്ടത്, സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മിസ് തന്നെ പറഞ്ഞിട്ടുള്ളതാണല്ലോ. ഇന്ന് എന്താണ് മിസ് ഡിസ്ട്രാക്ഷൻ ടൈം വെക്കാൻ പറയുന്നത്? അതായത് നമ്മളുടെ എല്ലാവരുടെയും ഒരു പ്രശ്നം, അത് ചെയ്യരുത്, ഡിസ്ട്രാക്റ്റഡ് ആവരുത്, എങ്ങനെ അത് ചെയ്യാതിരിക്കാം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ നമുക്കൊരു ഓട്ടോമാറ്റിക് ടെൻഡൻസി വരും, എന്നാൽ അത് ചെയ്ത് കളയാം, അല്ലേ? ഫോൺ ഉപയോഗിക്കരുത്, എന്നാലൊന്ന് ഫോൺ ഉപയോഗിച്ച് കളയാം. സോഷ്യൽ മീഡിയയിൽ കയറരുത്, എന്നാൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് കളയാം. നമുക്ക് അങ്ങനത്തെ ഒരു ടെൻഡൻസി വരാറില്ലേ? അപ്പോൾ നമ്മളതിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി നിർത്തുന്ന സമയത്ത് ഈ പറയുന്ന രീതിയിൽ നമുക്ക് അതിനോട് ഭയങ്കരമായൊരു ടെൻഡൻസി വരും. അപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചോളൂ, പക്ഷേ ഈ ഒരു ഡിസ്ട്രാക്ഷന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ടൈം സെറ്റ് ചെയ്യുക. അത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പം നമ്മുടെ കഴിഞ്ഞ ബാച്ചിൽ നമ്മുടെ ഒരു കുട്ടികളോട് സംസാരിച്ചപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടോ, ശക്തിമാൻ ഒരു തവണ ലൈവിൽ പറഞ്ഞതായിരുന്നു. ലൈവിലാണോ മിസ്സിന് ഫ്രണ്ട് ത്രൂ എന്തൊരു മെസ്സേജ് അയച്ചാണെന്ന് മിസ്സിന് ഓർമ്മയില്ല. ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി ഞാൻ ചെയ്യാറില്ല. അമ്മയ്ക്കും അനിയത്തിക്കും മാത്രമാണ് എൻ്റെ പാസ്വേഡൊക്കെ അറിയുന്നത്, ഫോണിൻ്റെ ലോക്ക് അറിയുന്നത്. അപ്പോൾ കുറച്ച് സമയം മാത്രം എനിക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തരും. അത് കഴിഞ്ഞാൽ അവർ ഫോൺ വാങ്ങിച്ചു വെക്കും. അപ്പം അവിടെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടോ? യെസ് ഉണ്ട്. പക്ഷേ ഫുൾ ടൈം ആണോ? അല്ല. അപ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ കുറച്ച് നേരം ഉപയോഗിച്ചു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ടൈം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതായത് റീൽസൊക്കെ കാണാൻ നമ്മൾ ഒരു അരമണിക്കൂർ അല്ലേ ഒരു 10 മിനിറ്റ് അല്ലേ എന്ന് കരുതിയിരിക്കും. പക്ഷേ ഇങ്ങനെ കണ്ട് മണിക്കൂറുകളോളം പോകും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മളുടെ പാരൻസിനോട് പറയുക, ഫോൺ ഒന്ന് ലോക്ക് ഇട്ട് തരാൻ വേണ്ടിയിട്ട് പറയുക. എന്നിട്ട് ഇത്ര സമയം കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ പറയാം. അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു അലാം സെറ്റ് ചെയ്യുക, ഇത്ര സമയം കഴിഞ്ഞാൽ ഞാൻ ഉപയോഗിക്കില്ല. അപ്പം നമ്മൾ ഫുള്ളായിട്ട് അതിൽ നിന്ന് മാറി നിന്നോ? ഇല്ല, നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി പഠിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് തോന്നുന്നു, അതൊന്ന് ഉപയോഗിച്ച് കളയാം. യെസ്, സമയമുണ്ട്, നമുക്ക് ആ സമയത്ത് ഉപയോഗിക്കാം. നിങ്ങൾക്കിപ്പം ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് നിങ്ങളിപ്പോൾ ഭക്ഷണം കഴിഞ്ഞിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉറക്കം വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു 8 മണിക്കാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ നമ്മളൊരു 8:15 അല്ലെങ്കിൽ ഒരു 8:30 വരെ നിങ്ങൾ ഭക്ഷണം കഴിച്ചു എന്ന് കരുതാം. ഒരു 8:30 to 9 നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം. സോഷ്യൽ മീഡിയ എന്ന് മിസ് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം, നിങ്ങളുടെ വേറെ ചാറ്റിംഗ് മെത്തേഡ്സ് ഉണ്ടാവില്ലേ, അങ്ങനത്തെ അതൊക്കെയാണ് മിസ് പറയുന്നത്. അല്ലാതെ നിങ്ങൾ ക്ലാസ് കാണുന്ന സോഷ്യൽ മീഡിയ അല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ റിലാക്സേഷൻ മെത്തേഡെങ്കിൽ നിങ്ങൾക്കൊരു ഫിക്സഡ് ടൈം അതിന് വേണ്ടി കൊടുക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ അതിലിരിക്കരുത്. അപ്പം നമുക്കിപ്പോൾ പഠിക്കുന്ന സമയത്ത് എനിക്കിതൊന്ന് നോക്കണമായിരുന്നല്ലോ എന്ന് തോന്നുമ്പോൾ നിനക്ക് ഈ സമയമുണ്ട്. അതായത് ചെയ്യില്ല എന്ന് ബ്രെയിനിനോട് കംപ്ലീറ്റ് ആയിട്ട് പറയണ്ട, നിങ്ങൾക്ക് ചെയ്യാം, സമയം തരാം. ഓക്കെ, അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി നോക്കുക. അപ്പം ഇതിന് ഏറ്റവും ഒരു ബെസ്റ്റായിട്ട് മിസ്സിന് തോന്നിയിട്ടൊരു എക്സാമ്പിളാണ്. ഇത് എത്രത്തോളം ഇതിന് സ്യൂട്ടാവുമെന്ന് എനിക്കറിയില്ല. അതായത് നിങ്ങൾ എപ്പോഴെങ്കിലും പെർഫ്യൂം കടയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, നമ്മൾ പെർഫ്യൂം കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കോഫി ബീൻസ് വെച്ചത് കാണാം.
ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് കോഫി ബീൻസ് വെക്കുന്നതെന്ന് അറിയാവോ? ബസ് ഒരു തവണ ആദ്യമായിട്ട് ഒരു അത്തറ് കടയിൽ പോയപ്പോഴാണ് ഇത് കണ്ടത്. അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണെന്ന് കടക്കാരനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, നമ്മളിങ്ങനെ കുറേ പെർഫ്യൂംസ് ഇങ്ങനെ സ്മെല്ല് ചെയ്യുന്ന സമയത്ത് നമുക്കൊന്നും മറ്റൊന്നിൽ നിന്ന് വേർതിരിച്ചറിയാൻ പറ്റില്ല, സ്മെല്ല് കറക്റ്റാക്കി മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് കോഫി ബീൻസ് സ്മെല്ല് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്കത് കറക്റ്റായിട്ട് ഇനി സ്മെല്ല് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് മറ്റുള്ള സ്മെൽസ് തിരിച്ചറിയാൻ പറ്റും, പെർഫ്യൂമിൻ്റെ സ്മെല്ല് ഫുള്ളി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അതായത് നമുക്കിങ്ങനെ പഠിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് എനിക്കൊന്ന് എല്ലാം കൂടെ ആയിപ്പോയല്ലോ എന്ന് തോന്നുന്ന സമയത്ത് നമ്മളൊന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കോഫി ബീൻസ് കൊണ്ടു തന്നു. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ക്ലീനായി, ഇനി നമ്മൾ ഒന്നുകൂടി പഠിക്കുന്നു. അപ്പോൾ അതേപോലെ നിങ്ങൾക്കൊരു ഡിസ്ട്രാക്ഷൻ ടൈം വെച്ച് നിങ്ങൾക്ക് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി യൂസ്ഫുള്ളാവും. ആൻഡ് അടുത്തതായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും വേണ്ടൊരു കാര്യമാണ് സെൽഫ് കോൺഫിഡൻസ്. ആൻഡ് ഇതാണ് കുറേ മക്കൾക്ക് ഇല്ലാത്തൊരു സാധനം. ഇപ്പോഴും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോഴും നിങ്ങളെല്ലാവരും പറയുന്നുണ്ടാവും, നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ നിങ്ങളൊന്ന് സിൻസിയറായിട്ട് ഇതിന് മിസ്സിനൊരു കമൻറ്റ് വേണം. അതായത് നിങ്ങളോട് തന്നെ നിങ്ങളോട് തന്നെ ചോദിക്കുക, നിങ്ങൾക്കൊരു സംശയമുണ്ടോ നിങ്ങൾക്ക് നീറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതിൽ? നിങ്ങൾ സിൻസിയറായിട്ട് പറയാം. ഓക്കെ, സിൻസിയറായിട്ട് മിസ് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, നമുക്കിങ്ങനെ ഉള്ളിൽ നിന്നൊരു തോന്നലില്ല, ഇത് എനിക്ക് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് സെക്ഷനിൽ പറയാം. അതല്ല എനിക്ക് തോന്നുന്നു മെജോറിറ്റി ആൾക്കാർക്കും നിങ്ങൾക്ക് തന്നെ ഒരു സംശയം ഉണ്ടാവും, എനിക്ക് കിട്ടുമോ, എനിക്ക് നീറ്റ് കിട്ടുമോ? അങ്ങനെ ഒരു സംശയമുള്ള മക്കളാണെങ്കിൽ നിങ്ങളത് ഈ ഒരു കമൻറ്റ് എഴുതിയതോട് കൂടിയിട്ട് ഇറേസ് ചെയ്ത് കളയാം നിങ്ങളുടെ മനസ്സിൽ നിന്ന്. അതായത് മക്കളെ, നമ്മൾ ഇത്രയും എഫേർട്ട് നിങ്ങൾ എടുക്കുന്നുണ്ട്, ആ ഒരു എഫേർട്ടിനെ കംപ്ലീറ്റ് ഇല്ലാണ്ടാക്കാൻ പോകുന്നൊരു സാധനമാണ് നിങ്ങൾക്ക് സെൽഫ് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സെൽഫ് ബിലീഫ് ഇല്ലെങ്കിൽ. ആദ്യം നമ്മളെ തന്നെ വിശ്വസിക്കണം, നമുക്കിത് പറ്റും, നമുക്കിത് കിട്ടും എന്നുള്ളത്. അങ്ങനെ നിങ്ങൾ എത്രത്തോളം വിശ്വസിക്കുന്നില്ല എങ്കിൽ അത് കുറച്ച് ദൂരെ ആയിരിക്കും നമ്മളുടെ റിസൾട്ട്. സോ ആദ്യം നിങ്ങളെ തന്നെ ഡൗട്ട് ചെയ്യുന്നത് ഇല്ലാതിരിക്കുക. നിനക്ക് കിട്ടുമോ, എനിക്ക് കിട്ടുമോ, ഇതൊക്കെ എനിക്ക് റാങ്ക് കിട്ടുമോ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മളെ ബ്രെയിനിനോട് പറയാതിരിക്കുക. എല്ലാ ദിവസവും നിങ്ങൾ മിറർ നോക്കി പറയാം, ഞാൻ നീറ്റ് ക്വാളിഫൈ ചെയ്യും. നിങ്ങൾക്ക് തന്നെ ഒരു വിശ്വാസം ഉണ്ടാവണം നിങ്ങളിൽ, എനിക്കിത് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. കാരണം നമ്മൾ അതിന് വേണ്ടിയിട്ടല്ലേ കഷ്ടപ്പെടുന്നത്. അപ്പോൾ അത് നമ്മൾ ബേസിക്കലി നമ്മളല്ലേ, നമ്മൾക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം ഇല്ലെങ്കിൽ എങ്ങനെയാണ് മുന്നോട്ട് പോവുക? അപ്പോൾ ആദ്യം നിങ്ങളെല്ലാവരും നിങ്ങളെ തന്നെ വിശ്വസിക്കുക ആൻഡ് അതിനുവേണ്ടി വർക്ക് ചെയ്യുക. തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെങ്കിൽ മിസ് പറഞ്ഞ 2 കാര്യങ്ങൾ മറക്കാതിരിക്കുക. ഏതാണ് നിങ്ങളുടെ ലേണിംഗ് സ്റ്റൈൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ സെൽഫ് കോൺഫിഡൻസ് നമുക്കത് ഇന്നത്തോടു കൂടി മാറ്റിയെടുക്കണം. ഫുള്ളി നമ്മളെ തന്നെ വിശ്വസിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഈ ജേർണി സ്റ്റാർട്ട് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.